ആരും ഒന്നും പറയണ്ട കേട്ടോ. മാങ്ങാക്കാലായാലും എന്നും മാങ്ങാക്കറി തന്നെയാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഈ മാങ്ങാക്കറി ടേസ്റ്റുള്ള മാങ്ങാക്കറി കേട്ടോ. ഇതിനരയ്ക്കോ വേവിക്കോ ഒന്നും വേണ്ട. ഒരു 5 മിനിറ്റ് കൂടെ വേണ്ട. 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് മാങ്ങാക്കറി റെഡിയാക്കിയെടുക്കാം. ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾ കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത്. കടുക് പൊടിയില്ല എങ്കിൽ 1 ടീസ്പൂൺ കടുകെടുത്ത് ഒന്ന് നമുക്ക് കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ 2ാം കറിയായിട്ട് ഇത് കഴിക്കുക. നല്ല സ്വാദുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് മാത്രമായിട്ടും ചോറ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടുമ്പുറങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് മാങ്ങാക്കാലായാലും മാങ്ങാക്കറികളൊക്കെ ഉണ്ടാക്കുക. പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മാങ്ങാക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മുടെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ ഈ കറീനെ കുറിച്ച് അറിയാൻ പറ്റും. അത് നാട്ടുമ്പുറങ്ങളിൽ ജീവിക്കുന്നവർക്ക്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരോടോ മുത്തശ്ശിമാരോടോ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ്. നമ്മുടെ പറമ്പുകളിലൊക്കെ മാങ്ങ ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മാങ്ങ കഴിക്കാറുള്ളത്. ഒരു മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.